ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാൻ കുമ്പളങ്ങ കൊണ്ടാണ് കൂട്ടാൻ ഉണ്ടാക്കണേ. നാളികേരം വറുത്തരച്ച് ചേർക്കണ കൂട്ടാനാണ്. ഇതൊരു വലിയ ഇളവനാണ്. വീട്ടിലുണ്ടായ കെമിക്കലൊന്നും ചേർക്കാതെ കിട്ടിയ ഇളവനാണ്. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കറി ഉണ്ടാക്കാം. അത് വേണ്ടത്ര മുറിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കാം. ഏകദേശം 1 കിലോ ഉള്ള കഷ്ണമാണിത്. ഇതിൽ നിന്ന് ആവശ്യത്തിന് മാത്രമുള്ളത് എടുക്കാം. ഉള്ളിലത്തെ കുരു കളഞ്ഞ് തൊലിയും കളഞ്ഞ് മുറിക്കണം. നീളത്തിൽ മുറിച്ചിട്ട് പിന്നെ ഏകദേശം സ്ക്വയർ പീസസ് ആക്കാം. ആദ്യം സാമ്പാറിനുള്ള കഷ്ണത്തിനേക്കാളും കുറച്ചും കൂടെ വലിയ കഷ്ണങ്ങളാക്കാം. ഇപ്പോൾ 1/2 കിലോ ഉണ്ടാവും ഈ കഷ്ണം. ഇതിൻ്റെ പാകത്തിനാണ് നമ്മൾ ബാക്കി മസാലയും പൊടികളൊക്കെ ചേർക്കുക. ഇനി 2 തക്കാളിയും കൂടി നുറുക്കി വയ്ക്കാം. അതും വലിയ കഷ്ണങ്ങൾ തന്നെ ആയിക്കോട്ടെ, വേവുമ്പോൾ അലിഞ്ഞു പോണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ ഇളവൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നുറുക്കി വെച്ച് തക്കാളിയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ആവിയിൽ വെന്ത് വരണം കഷ്ണങ്ങൾ. ഇളവനിലത്തെ വെള്ളവും കുറച്ച് ഇറങ്ങും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതാണിത്. ചെറുതായിട്ട് നുറുക്കണമെന്നില്ല, കനം കുറച്ച് അരിഞ്ഞാൽ മതി. 6-7 വെളുത്തുള്ളി, ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും വഴറ്റണം. ചുമക്ക് വറുക്കണ്ട, വെന്ത് വന്നാൽ മതി. ഇനി വലിയൊരു മുറി നാളികേരം ചേർത്തിട്ട് വറുക്കാം. നാളികേരത്തിൻ്റെ നിറം മാറി വറുത്ത മണം വരണം. പൊടികളൊക്കെ ഈ നാളികേരം വറുത്ത ശേഷം ചേർത്താൽ മതി. മല്ലി മുളകും മുഴുവനോടെ തന്നെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടിട്ടും വറുക്കാം. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി പൊടികളാണ് ചേർക്കണത്. ഇപ്പം എല്ലാം പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് സിമ്മിലാക്കിയിട്ട് 1 ഹീറ്റ് ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ചും കൂടി ഒരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആദ്യം നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1/4 ടീസ്പൂൺ മതി. ഇനി ഓഫ് ചെയ്യാം. ഇത്ര ചൂടന്നെ മതി. മല്ലി മുളകും കഴുകി ഉണക്കി പിന്നെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. നല്ലോണം ഇളക്കിയിട്ട് പാനിലേക്ക് തന്നെ വെക്കുമ്പോഴുള്ള ചൂടും കിട്ടും. അപ്പോൾ 1 മിനിറ്റ് വെച്ചിട്ട് ചൂടാറാൻ പ്ലേറ്റിലേക്ക് വെക്കാം. ഇനി അരച്ചെടുക്കാം. ആദ്യം വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തരിതരിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. 1/4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചേക്കണേ. ഇപ്പോൾ അരഞ്ഞിട്ടുണ്ട്. കഷ്ണം വെന്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കാം. ഉടഞ്ഞു പോണ്ട, വെന്ത് വന്നാൽ മതി. ഇനി കറിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചത് ചേർക്കാം. മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എടുക്കാം. നല്ലോണം യോജിപ്പിക്കാം. ഇനി തിളക്കട്ടെ, അടച്ചു വയ്ക്കാം. ഗ്രേവിയുടെ പാകം നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വയ്ക്കാം. മസാല നല്ലോണം കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. വറുത്തിടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകിടാം. 4 ചുവന്ന മുളകും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും. കൂട്ടാൻ്റെ മുകളിലൊഴിക്കാം. ചോറിനും ബ്രെഡിനും ചപ്പാത്തിക്കും ഒക്കെ യോജിക്കുന്ന മസാലക്കൂട്ടാനാണ്. ഇളവൻ്റെ കഷ്ണങ്ങളിലേക്ക് മസാല ചേരുമ്പോൾ നല്ല സ്വാദുമാണ്. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.